വരുന്നു. ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര സമയം? എവിടെ പോയിരിക്കായിരുന്നെന്ന്? പോസ്റ്റ് ഇടാൻ. ഇത് പോസ്റ്റ് ചെയ്തില്ലേ? ഇല്ല. എന്തുവാണ് നല്ല ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അല്ലെ തന്നെ മുതലാളി പറഞ്ഞുകൊണ്ടിരിക്കാൻ നിന്നെ കൊണ്ട് എപ്പോഴും ശല്യമാണ്, കമ്പനിക്ക് എപ്പോഴും നഷ്ടമാണെന്ന്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത്. പെട്ടെന്ന് പോയി പോസ്റ്റ് ചെയ്തിട്ട് വാ. പോസ്റ്റ് ചെയ്യണം, എനിക്ക് ഇത്തിരി പൈസ വേണം. എന്തിനാ പൈസ? ഞാൻ ബൈക്കും തന്നല്ലേ വിട്ടത്. ഞാൻ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കിയതാ. എന്നുവെച്ചാൽ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് താഴോട്ട് ഇറക്കുമല്ലേ 3 കിലോമീറ്റർ. ഞാനത് ന്യൂട്രലാ പോയേ. അപ്പൊ ന്യൂട്രൽ 3 കിലോമീറ്റർ കഴിഞ്ഞ് ബൈക്ക് നിർത്തിയപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഞാൻ ബൈക്കിന്റെ കീ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു വന്ന അതിന്റെ ഓട്ടോ കൂലി കൊടുക്കണം. എന്ത് ഞാൻ തന്നെ അങ്ങ് പോയാ മതി. ഓട്ടോ കാശ് എടുത്ത് കൊടുക്ക് മേഡം. കൂടി പോയാൽ 50 രൂപ അല്ലേ, അതുകൊണ്ട് കൊടുക്ക്. അയ്യോ 50 രൂപ അല്ല, 500 രൂപ വേണം. 500 രൂപ? എന്ത് കാര്യത്തിന്? ഇവിടുത്തെ 3 കിലോമീറ്റർ അപ്പുറമല്ലേ പോയത്? 500 രൂപ. ഞാൻ തിരിച്ച് ഗുഡ്സ് ഓട്ടോയിലാ വന്ന. ബൈക്ക് കയറ്റി വെക്കണ്ടേ? 2 ലോഡിങ്ങാരെ വിളിച്ച് ബൈക്ക് എടുത്ത് ഓട്ടോയ്ക്കകത്ത് കയറ്റിട്ട് ആ ഓട്ടോയിലാ ഇങ്ങോട്ട് വന്നേ. ആ ലോഡിങ്ങാർക്ക് പൈസ കൊടുക്കണം, ഓട്ടോയ്ക്കും കൊടുക്കണം. എന്റെ പൊന്നോ, എന്റെ നളിനാക്ഷ, ഒരു ഓട്ടോ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആ ബൈക്കിന്റെ ചാവി എടുത്തിട്ട് പോയിട്ട് ആ ബൈക്കിൽ തിരിച്ചു വന്നാ പോരായിരുന്നോ? എന്തൊരു ബുദ്ധിയാ, അത് മതിയായിരുന്നല്ലേ. യഥാർത്ഥത്തിൽ നിനക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? അമ്മേള, ഞാൻ അഭിനയിക്കുന്നല്ല. ഈ 500 രൂപയുടെ കേസില്ലേ, എന്താന്ന് വെച്ചാ സാറ് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞേക്ക്. പറയാൻ നിക്കണ്ട. വേണോ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത റീലുണ്ടല്ലോ, അത് വൈറലായി. കേറി കൊളുത്തിയിട്ടുണ്ട്, കണ്ടോ? പൂത്തുമ്പി കുരുളമമ്മി. പിന്നെ അടിപൊളി. 300K കേറിയേക്കണത്. ഓഫീസ് ടൈമില് രണ്ടുപേരും 300K റീൽസ് കൊള്ളാം. ഇതിനാണല്ലോ ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നല്ലേ. ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ? ഇത്രയും നേരം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞാനിത് കണ്ടോണ്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ എന്റെ ഓഫീസിൽ ഓഫീസ് ടൈമിൽ നിങ്ങൾ ഫോൺ നോക്കുന്നില്ല. 5 മണി കഴിയാതെ ഫോൺ എടുത്താ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. എടുക്കാതിരുന്നോളാം സാറേ. എടുത്തു വെച്ചോ, ഫോൺ എടുത്തു വെച്ചേ, ഓഫ് ചെയ്ത് വെച്ചേ കേട്ടാ. മേലിൽ രണ്ടുപേരോടും കൂടെ 5 മണി കഴിയാതെ എന്റെ ഓഫീസിൽ ഫോൺ എടുക്കാൻ പാടില്ല. ഇതെന്തൊരു കഷ്ടമാണല്ലേ. ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞ ഇടക്കിടക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഒന്ന് കയറുമ്പോഴേ അതും കൂടെ തൊലച്ച് ഇനി എന്ത് ചെയ്യും ദൈവമേ.